അതീവ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സർ, ഇത് അദ്ദേഹം ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു അടിയന്തര പ്രമേയം തന്നെ ഇവിടെ വരാനിടയായത്. സർ, കഴിഞ്ഞ ജൂൺ 22-ന് ശ്രീമതി OS അംബികയുടെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ആദ്യ വാചകം. സർ, സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുന്ന ഒന്നായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇവിടെ പുതുതായി നടപ്പാക്കപ്പെട്ട പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. സർ, ഏത് പദ്ധതിയും നടപ്പാക്കിയതിന് ശേഷമാണല്ലോ പിന്നീട് അപേക്ഷയും മറ്റും സ്വീകരിക്കുന്ന നില വരിക. ആ തീരുമാനം വന്നതിന് ശേഷമാണ് അപേക്ഷ നൽകുന്ന നിലയുണ്ടാവുക. സർ, ഇവിടെ 30-നും 60-നും ഇടയിൽ പ്രായമുള്ള AAY അല്ലെങ്കിൽ PHH റേഷൻ കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മറ്റ് പെൻഷനുകളോ സർക്കാർ അല്ലെങ്കിൽ സമാന സ്ഥാപനങ്ങളിൽ നിന്നുള്ള സ്ഥിര വരുമാനമോ ലഭിക്കാത്ത അർഹരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമാണ് അപേക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നത്. സർ, അപേക്ഷകരുടെ അർഹതയുടെ പരിശോധനയെ നടന്നില്ല എന്നാണ് മുഖ്യമന്ത്രി സ്ഥാപിക്കാൻ നോക്കിയത്. സർ, ഇതിൽ K-സ്മാർട്ട് മുഖേനയുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹത്തിന് അറിയാത്തതല്ല. സർ, K-സ്മാർട്ട് പ്ലാറ്റ്ഫോം, ആധാർ, പൊതുവിതരണ സംവിധാനം, മരണ രജിസ്ട്രി, സർവീസ് പെൻഷൻ പരിശോധനയ്ക്കുള്ള സ്പാർക്ക്, ക്ഷേമ പെൻഷൻ പരിശോധനയ്ക്കുള്ള സേവന പെൻഷൻ, ട്രഷറി സർവീസ്, ഇങ്ങനെയുള്ള വിവിധ സർക്കാർ ഡാറ്റാബേസുകളുമായും സേവനങ്ങളുമായും സംയോജിപ്പിച്ചിരിക്കുന്ന റൂൾ എഞ്ചിൻ ഉപയോഗിച്ചാണ് അപേക്ഷകരുടെ അർഹത പരിശോധിക്കുന്ന നിലയും അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്ന നിലയും സ്വീകരിച്ചത്. സർ, അതോടൊപ്പം തന്നെ അർഹരായ അപേക്ഷകർക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആവശ്യമായ അനുബന്ധ രേഖകളും പോർട്ടൽ മുഖേന സമർപ്പിക്കാനും അവസരമുണ്ടായിരുന്നു. സർ, ഇവിടെ സ്വീകരിച്ച മുൻകരുതലുകൾ അപേക്ഷിക്കുന്നയാൾ ആധാർ കാർഡ് നൽകുമ്പോൾ സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമാണോ, ബോർഡ് പെൻഷനുകളിൽ ഭാഗമാണോ, ക്ഷേമ പെൻഷൻ ഉണ്ടോ, ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീവനക്കാർക്കുള്ള സ്പാർക്കിൽ ഭാഗമാണോ എന്നത് K-സ്മാർട്ട് തന്നെ പരിശോധിക്കുകയാണ്. സർ, IAY, BPL കാർഡ് തുടങ്ങിയ രേഖകൾ പരിശോധിച്ച് സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് സിസ്റ്റം ഉറപ്പാക്കുന്നു. എല്ലാ സർക്കാർ സംവിധാനങ്ങളുമായുള്ള ഇൻ്റഗ്രേഷനിലൂടെയാണ് ഇത് സാധ്യമാക്കിയത്. അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന്. ഇത്തരമൊരു സംവിധാനം പ്രത്യേകമായി K-സ്മാർട്ട് സംവിധാനം രൂപപ്പെടുത്തിയതാണ്. സർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അന്തിമമായി അംഗീകരിച്ച ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സുതാര്യത തന്നെയായിരുന്നു. എല്ലാ ഘട്ടങ്ങളിലും സുതാര്യത ഉറപ്പാക്കി തിരഞ്ഞെടുത്ത ഗുണഭോക്തൃ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത് എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല. എന്തുകൊണ്ടോ അത് അട്ടിമറിക്കാനുള്ള എന്തോ ശ്രമം നടക്കുന്നു എന്നാണ് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം
ആവർത്തിച്ച് പറയുന്നത് തോന്നിയവർക്ക് കൊടുക്കുന്ന നിലയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട വാചകമല്ല. സർ, ആ ഗൗരവമായ പരിശോധന, അതിലൂടെ സുതാര്യത ഉറപ്പുവരുത്തിയാണ് ഈ പറയുന്ന അപേക്ഷകൾ അർഹത തീരുമാനിക്കുന്ന വന്നത്. ആ അർഹതയുടെ ഭാഗമായി തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി മുതൽ ഇത് നൽകുന്ന നിലയുണ്ടായത്. ഫെബ്രുവരി മുതൽ നൽകി തുടങ്ങിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. തീരുമാനിച്ച് അപേക്ഷ ക്ഷണിച്ച് അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതിന് സമയമെടുക്കും. അതിൻ്റെ ഭാഗമായാണ് ഫെബ്രുവരി മുതൽ നടപ്പാക്കുന്ന നിലയുണ്ടായത്. സർ, ഇക്കാര്യത്തിൽ എന്താണ് ഈ പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ്? സർ, ഇപ്പോഴും ഈ പദ്ധതി തുടരും എന്ന് അസന്ദിഗ്ധമായി അദ്ദേഹം പറയുന്നില്ല. അതാണോ ഒരു ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി പറയേണ്ടത്? സർ, ഇവിടെ ആവർത്തിച്ച് ആശങ്കകൾ വ്യക്തമാക്കുമ്പോൾ ആ ആശങ്ക ദൂരീകരിക്കത്തക്ക നിലയിൽ മറുപടി പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ലേ? പക്ഷേ അദ്ദേഹം എന്തോ കാരണവശാൽ ഇത് തുടർന്ന് നടപ്പാക്കുന്നതിനോട് വിമുഖത കാണിക്കുകയാണ്. സർ, ഇവിടെ ആദ്യ 2 ആഴ്ച 14 ലക്ഷം അപേക്ഷയാണ് പോർട്ടൽ വഴി വന്നത്. സർ, ഈ അപേക്ഷകൾ സ്വാഭാവികമായി പരിശോധിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് 10 ലക്ഷം അർഹരായ ഗുണഭോക്താക്കളെ കാണുന്നത്. ആ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിൽ ധനസഹായ തുക അനുവദിക്കുകയും ചെയ്തു. സർ, നിലവിൽ 16 ലക്ഷം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിലുണ്ട്. സർ, ഏത് ഇത്തരം പദ്ധതികളും തുടങ്ങുന്ന സമയത്ത് തന്നെ പൂർണ്ണമായും ആളുകൾ അപേക്ഷിച്ചു എന്ന് വരില്ല. അപേക്ഷിക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. ഓരോ പദ്ധതിയും പരിശോധിച്ചാൽ കാണാൻ കഴിയും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ എണ്ണം കൂടി വന്നു. കാരണം അർഹതയുള്ളവർ തന്നെ അപേക്ഷിക്കാനെടുക്കുന്ന കാലതാമസമാണത്. ഇവിടെ 14 ലക്ഷം ആദ്യം തന്നെ അപേക്ഷ വന്നു. അത് നല്ല നമ്പർ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ 5 ലക്ഷത്തിലേറെ അപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അത് പ്രോസസ്സ് ചെയ്യാൻ ഉള്ള ഒരു നടപടിയും ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. സർ, ഈ അപേക്ഷയിൽ എന്താണ് സർ രാഷ്ട്രീയം? എല്ലാവരും അപേക്ഷിക്കുകയല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പരിശോധിച്ച് നോക്കണം, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 2.5 ലക്ഷത്തിലധികം അപേക്ഷ ആ ജില്ലയിൽ നിന്ന് മാത്രമായിട്ടുണ്ട്. സർ, രണ്ടാമത്തത് പാലക്കാടാണ്. ഇങ്ങനെ നോക്കിയാൽ അപേക്ഷകർ എല്ലാ ജില്ലകളിൽ നിന്നും വരികയല്ലേ നല്ല രീതിയിൽ. അല്ല രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ? അർഹതയുള്ളവർ അപേക്ഷിക്കുകയല്ലേ? ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം, അതാണ് ഈ പദ്ധതിയിലൂടെ നാം ഉദ്ദേശിച്ചത്. സർ, ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അടുത്ത കാലത്ത് നടത്തിയ നിരീക്ഷണം അതേറ്റവും പ്രസക്തമായതാണ്. അവിടെ സ്ത്രീകളുടെ അധ്വാനം അതാണ് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആധാരം. അത് ഗാർഹിക ജോലിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. സർ, സുപ്രീം കോടതി പറയുന്നതിന് മുൻപ് തന്നെ നാം നടപ്പാക്കിയ പദ്ധതിയാണിത്. ഈ പദ്ധതിയോട് ഇത്തരത്തിലൊരു വിമുഖത മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, ഗവൺമെൻറ് കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോഴും അല്ലെങ്കിൽ ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുകയാണ്
ഗവൺമെൻറ് ഈ മനോഭാവം മാറ്റുമെന്ന്, ആ മാറ്റുമെന്ന പ്രതീക്ഷയോടെ മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ ഈ സമീപനത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Yes, thank you.